Hi students, plus 1 accounting രണ്ടാമത്തെ വീഡിയോ ക്ലാസ് ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ് ഇക്വേഷന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്നാണ് പറഞ്ഞതെങ്കിൽ അതെങ്ങനെ ആ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ എക്സാമ്പിളിലൂടെ നമുക്ക് കാണിക്കാം. അപ്പോൾ അതെന്തായിരുന്നു നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ? എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് എഴുതി വെക്കാം. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്തായിരുന്നു? അസറ്റ്സ് is equal to capital plus liabilities. ഇതായിരുന്നു നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ. എന്താണ്? assets is equal to capital plus liabilities. ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ അക്കൗണ്ടിങ്ങിന്റെ ഏത് തത്വപ്രകാരമാണ് ഡിറൈവ് ചെയ്തത് എന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചിരുന്നു. ഏത് തത്വമാണ്? ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്നുള്ള ആ അക്കൗണ്ടിങ് തത്വമാണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷന്റെ അടിസ്ഥാനം. എന്തായിരുന്നു ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്? ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ഹാവിംഗ് ടു ആസ്പെക്ട്. എല്ലാ ട്രാൻസാക്ഷനും എന്തുണ്ടായിരിക്കും? ടു ആസ്പെക്ട് ഉണ്ടായിരിക്കും. വൺ ഇൻ അക്കൗണ്ടിങ് ലാംഗ്വേജ് വി ക്യാൻ സേ ദാറ്റ് വൺ ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് വൺ ക്രെഡിറ്റ് ആസ്പെക്ട്, ഓർ വൺ റിസീവിംഗ് ആസ്പെക്ട് ആൻഡ് വൺ ഗിവിംഗ് ആസ്പെക്ട്. അവിടെ ശ്രദ്ധിക്കണം, ഒരു ട്രാൻസാക്ഷന്റെ ഒരു ഡെബിറ്റ് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ അതിന് ഈക്വലന്റ് ആയിട്ട് തന്നെയായിരിക്കും എന്തുണ്ടായിരിക്കുക? ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ബിസിനസ്സിന് ടോട്ടൽ അസറ്റ് എത്രയാണോ അതിന് ഈക്വലന്റ് ആയിട്ട് എന്തുണ്ടായിരിക്കും എന്ന് പറയുന്നത് ടോട്ടൽ ലയബിലിറ്റി. കാരണം ഒരു പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ടാകുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഒരു പോസിറ്റീവ് ആസ്പെക്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ അസറ്റ് വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആ ട്രാൻസാക്ഷൻ എന്തുകൂടി ഉണ്ടാക്കുന്നുണ്ടായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ലയബിലിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഈ ഓരോ ട്രാൻസാക്ഷനും എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് അവിടെ ബോർഡിൽ നോട്ട് ചെയ്ത് വെക്കാം. അതായത് ഇപ്പോ ഇൻക്രീസ് ഡിക്രീസ് എന്ന് എഴുതാണ്. ഞാൻ രണ്ട് കോളം കൊടുക്കുന്നു. ഒന്ന് ഇൻക്രീസ്, രണ്ട് ഡിക്രീസ്. അതില് ഒരു ട്രാൻസാക്ഷൻ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ആസ്പെക്ട് അസറ്റ് ആണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആസ്പെക്ട് ഒരു ലയബിലിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇൻക്രീസ് ഡിക്രീസ് എന്നുള്ള ഹെഡിങ് നമുക്ക് ഒഴിവാക്കാം. എങ്ങനെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എഴുതിയാലേ അത് ശരിയാവുള്ളൂ. അപ്പോ ഇൻക്രീസ് അസറ്റ്, ഒരു ട്രാൻസാക്ഷന്റെ ഒരു ആസ്പെക്ട് അസറ്റിനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ മറ്റേ ആസ്പെക്ട് ഒന്നുകിൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യും, അല്ല എങ്കിൽ മറ്റൊരു അസറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എന്താണ്? ഒരു ട്രാൻസാക്ഷന്റെ ഒരു ആസ്പെക്ട് ഒരു അസറ്റിനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ മറ്റേ ആസ്പെക്ട് ഒന്നുകിൽ തുല്യമായ ഒരു ലയബിലിറ്റിയെ വർദ്ധിപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ തുല്യമായ ഒരു അസറ്റിനെ കുറച്ചിരിക്കും. അപ്പോഴും ഈ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഈക്വാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി മറ്റൊന്ന്, ഒരു അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു റീസൺ എന്തായിരിക്കും വെച്ചാൽ ഡിക്രീസ്. ഒന്ന് അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ രണ്ട് റീസൺ പറഞ്ഞു. ഒന്നുകിൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരു അസറ്റ് ഡിക്രീസ് ചെയ്യും. ഇനി ഒരു അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒന്നുകൂടി നമുക്കിവിടെ എഴുതാം. ഒരു അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ട് മറ്റൊരു ലയബിലിറ്റി ഡിക്രീസ് ചെയ്യും, മറ്റൊരു ലയബിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഡിക്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിന് വരുന്ന മറ്റൊരു ഒരു അസറ്റ് മറ്റൊരു അസറ്റ് എന്ത് ചെയ്തിരിക്കാം? ഇൻക്രീസ് ചെയ്യാം. ഞാൻ ഇത് ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം. ബിസിനസ്സിൽ സാധാരണ സംഭവിക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസ് നമുക്ക് എഴുതി വെച്ച് അത് അസറ്റിനെ എങ്ങനെ ലയബിലിറ്റിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു അസറ്റിന് ലയബിലിറ്റിയും എഴുതാനുള്ള ഒരു കോളം ഞാൻ വരയ്ക്കാൻ പോവാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ.
നമുക്ക് തുല്യ ഭാഗങ്ങളുള്ള രണ്ട് കോളമാക്കിയിട്ട് ഞാൻ വരയ്ക്കുന്നു. അതിന് രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു? ഓരോ എമൗണ്ടുകളും കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഈ സൈഡിന് ലയബിലിറ്റി എന്ന് കൊടുക്കുന്നു, അതിന്റെ എമൗണ്ട് എഴുതുന്നു. ഈ സൈഡ് ഞാൻ എന്ത് ചെയ്യുന്നു? അസറ്റ്സ് എന്ന് എഴുതുന്നു, എമൗണ്ട് എന്ന് എഴുതുന്നു. ഇനി നമുക്ക് സാധാരണ ഒരു ബിസിനസ്സിൽ സംഭവിക്കാവുന്ന ഒരു 4-5 ട്രാൻസാക്ഷൻ അതെങ്ങനെ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കുക. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് cash ₹5 lakh. ഞാൻ ഈസി കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് 5 lakh എന്ന് പറഞ്ഞത്. ഒരു 5 ലക്ഷം രൂപയ്ക്കൊന്നും ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വലിയൊരു നല്ലൊരു ബിസിനസ് ഒന്നും തുടങ്ങാൻ കഴിയില്ല. നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ തൽക്കാലം നമുക്ക് ഈസി കാൽക്കുലേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എടുക്കാം. അപ്പോ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹5 lakh. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ബിസിനസ് നിലവിൽ വരുന്നു. ആ സമയത്ത് ബിസിനസ്സിന് സ്വന്തമായി ഒന്നും തന്നെ ഇല്ല. അവിടെ ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് കൂടി നിങ്ങളൊന്ന് ഓർമ്മിക്കണം. ബിസിനസ് വേറെയാണ്, ബിസിനസ്മാൻ വേറെയാണ്. അപ്പോൾ ബിസിനസ് ഒരു 0 സ്റ്റാറ്റസിൽ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹5 lakh. ഒരു വ്യക്തി 5 ലക്ഷം രൂപ കൊണ്ട് ബിസിനസ് തുടങ്ങുന്നത്. അപ്പൊ ബിസിനസ് ഉണ്ടാവുകയും ആ ബിസിനസ്സിലേക്ക് ആ വ്യക്തി പ്രൊപ്പറൈറ്റർ എന്താണ് കൊടുക്കുന്നത്? 5 ലക്ഷം രൂപ കൊടുക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കൂ. നിങ്ങൾ ആ ബിസിനസ്സിലെ അക്കൗണ്ടന്റ് ആണ്. ഈ ട്രാൻസാക്ഷൻ പ്രകാരം എന്താണ് സംഭവിച്ചത്? ഈ ട്രാൻസാക്ഷൻ പ്രകാരം ബിസിനസ്സിലേക്ക് ക്യാഷ് എത്ര ലക്ഷം രൂപയാണ് വന്നത്? 5 ലക്ഷം രൂപ ക്യാഷ് കിട്ടി ബിസിനസ്സിലേക്ക്. അപ്പോൾ ഒരു ആസ്പെക്ട്, ഒരു റിസീവിംഗ് ആസ്പെക്ട്, ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. റിസീവിംഗ് ആസ്പെക്ട് എന്താണ്? ക്യാഷ് ആണ്. ഇനി അപ്പോൾ നമുക്ക് നോക്കാം, ഈ ക്യാഷ് ബിസിനസ്സിലേക്ക് കിട്ടിയാൽ ആ ക്യാഷ് എന്ന് പറയുന്നത് ബിസിനസിന്റെ എന്താണ്? അസറ്റാണ്. എങ്ങനെയുള്ള അസറ്റാണ്? 2 തരം അസറ്റുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്. ദീർഘകാലം മോർ ദാൻ 1 year, ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന അസറ്റുകളാണെങ്കിൽ അതിനെ ഫിക്സഡ് അസറ്റ് എന്നും, ഷോർട്ട് ടേം ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ വിത്തിൻ 1 year ഉപയോഗിച്ച് തീരുന്ന അസറ്റുകളെ നമുക്ക് കറണ്ട് അസറ്റ് എന്ന് പറയാം. അപ്പൊ ഈ ക്യാഷ് ഏത് തരത്തിൽ പെട്ടതായിരിക്കാം? കറണ്ട് അസറ്റ് ആണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ഞാൻ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നില്ല. അസറ്റ് എന്ത് വന്നു, അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷനിലെ ഒരു ആസ്പെക്ട് എന്താണ്? അസറ്റ് ആണ്. ഏതാണ് അസറ്റ്? ക്യാഷ്. അപ്പൊ ഞാൻ അത് അസറ്റിന്റെ കോളത്തിൽ ഏതാണ്? ക്യാഷ്. 5 ലക്ഷം. ക്യാഷ് 5 ലക്ഷം. അപ്പോ നമ്മുടെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി ആയിരിക്കണം. ഇപ്പൊ ഒന്ന് നോക്കി നോക്കൂ, ഈ സ്ഥാപനത്തിന്റെ അസറ്റ് സൈഡിൽ 5 ലക്ഷം രൂപയുണ്ട്. ലയബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ? നമ്മളൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ നമ്മളിപ്പോ ഈ ട്രാൻസാക്ഷന്റെ ഒരു ആസ്പെക്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് ക്യാഷ് കിട്ടി എന്നുള്ള ആസ്പെക്ട് മാത്രം. പക്ഷേ ക്യാഷ് കിട്ടി. ആരാണ് ഈ ക്യാഷ് കൊണ്ടുവന്നത്? ഉടമസ്ഥനാണ് കൊണ്ടുവന്നത്. ഉടമസ്ഥൻ കൊണ്ടുവന്ന ക്യാഷിന് നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുക? ക്യാപിറ്റൽ എന്ന പേരിലാണ് അറിയപ്പെടുക. എല്ലാവർക്കും അറിയാലോ, ഉടമസ്ഥൻ കൊണ്ടുവരുന്ന പണം ആണെന്ത്? The amount introduced by the owner or proprietor for starting a business is called, we can say, this capital. അതിന്റെ കൂടെ നിങ്ങൾ ഏത് തത്വത്തെ കൂടി കൂട്ടി വായിക്കുക? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നുള്ള തത്വം കൂടി കൂട്ടി വായിക്കുക. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്? ബിസിനസ് ആൻഡ് ബിസിനസ്മാൻ ആർ ഡിഫറെന്റ്. സോ ബിസിനസ് ഈസ് other person and businessman is treated as per accounting, treated as outside person. അപ്പോൾ ജസ്റ്റ് ബിസിനസ് എന്താ ചെയ്തിരിക്കുന്നത്? ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്തു, കടം വാങ്ങി എന്നുള്ള രൂപത്തിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഉടമസ്ഥന്റെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ പണം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? കടം വാങ്ങിയിരിക്കുകയാണ്. പക്ഷെ കിട്ടിയത് ക്യാഷാണ്, അത് നമ്മുടെ അസറ്റാണ്. അത് എന്തായിട്ടാണ് കിട്ടിയത്? ക്യാപിറ്റൽ. ആ പണം ആർക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ്? ഉടമസ്ഥന്
തിരിച്ചു കൊടുക്കേണ്ടതായത് കൊണ്ട് ആ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസിന്റെ എന്താണ്? ബാധ്യതയാണ്. എങ്കിൽ അപ്പൊ ബാധ്യതയുടെ കോളത്തിൽ അപ്പൊ അവിടെ എന്തുണ്ടാവുന്നു? ക്യാഷ് എന്നുള്ള അസറ്റ് വരുന്നു, അതോടൊപ്പം ക്യാപിറ്റൽ എന്നുള്ള ഒരു ബാധ്യതയും ഉണ്ടാവുന്നു. ലയബിലിറ്റിയിൽ ഞാൻ ഏത് ബാധ്യത എഴുതിയിരിക്കുന്നു? ക്യാപിറ്റൽ. എത്ര രൂപയാണ്? 5 ലക്ഷം രൂപ ക്യാപിറ്റൽ എന്നൊരു ബാധ്യത അതോടുകൂടി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നോക്കൂ, ആ ട്രാൻസാക്ഷൻ പ്രകാരം ഇപ്പൊ എന്ത് സംഭവിച്ചു? ബിസിനസിന്റെ ടോട്ടൽ അസറ്റ് 5 ലക്ഷമായി, ടോട്ടൽ ലയബിലിറ്റിയും 5 ലക്ഷമായി. അപ്പൊ നമ്മുടെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ശരിയല്ലേ? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി അല്ലേ? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ഇവിടെ അസറ്റ് എന്ന് പറയുന്നത് ക്യാഷ് 5 ലക്ഷം, അതിന് ഈക്വലന്റ് ആയിട്ട് ഏത് ലയബിലിറ്റി ഉണ്ട്? ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റിയും ഉണ്ടാകുന്നു. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനും എന്തുണ്ടായിരിക്കും? 2 ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. ഒരു ഡെബിറ്റ് ആസ്പെക്ട് ഉണ്ടായിരിക്കും, ഒരു ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഡെബിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ക്രെഡിറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ എത്ര രൂപയുടെ അസറ്റ് ഉണ്ടോ അതിന് ഈക്വലന്റ് ആയിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും? ലയബിലിറ്റി കൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നതാണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അത് ഏത് തത്വത്തിന്റെ പ്രകാരമാണ്? ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഇനി നോക്കുമ്പോ ഇവിടെ ആ ഡ്യുവൽ ആസ്പെക്ട് പ്രകാരം അസറ്റ് കൂടി, അതിന് ഈക്വലന്റ് ആയിട്ട് ഏതും കൂടി? ലയബിലിറ്റിയും കൂടി. നോക്കൂ, എപ്പോഴെങ്കിലും അസറ്റ് കൂടുകയാണെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ട് എന്തും കൂടി സംഭവിക്കാം? ലയബിലിറ്റിയും കൂടാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഇപ്പൊ ഈ ട്രാൻസാക്ഷനിൽ സംഭവിച്ചത്. അപ്പൊ ഒന്നാമത്തെ ആ ആസ്പെക്ട്, ആ എന്താ പറയാ, ഒന്നാമത്തെ ആ ഒരു കാരണം, ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ പറഞ്ഞത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹5 lakh. അപ്പൊ അതിന്റെ 2 ആസ്പെക്ട്, റിസീവിംഗ് ആസ്പെക്ട് ക്യാഷ്, അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് ആസ്പെക്ട് ക്യാഷ്, അതിന്റെ ക്രെഡിറ്റ് ആസ്പെക്ട് ഏതായിരുന്നു? ക്യാപിറ്റൽ. ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ട്രാൻസാക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രാൻസാക്ഷൻ അസറ്റിനെ വർദ്ധിപ്പിക്കുമെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ട് എന്തെങ്കിലും എന്ത് വർദ്ധിച്ചിരിക്കാം? ലയബിലിറ്റി വർദ്ധിച്ചിരിക്കാം. അല്ലെങ്കിൽ അസറ്റ് കുറഞ്ഞിരിക്കാം. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി ആവുക. ഇവിടെ സംഭവിച്ചത് അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ അതിന് ഓപ്പോസിറ്റ് എന്തുകൂടി ഇൻക്രീസ് ചെയ്തു? ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ഇവിടെ ക്യാഷ് എന്നുള്ള അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ അതിന് ഈക്വലന്റ് ആയിട്ട് ഏത് അസറ്റും ഏത് ലയബിലിറ്റിയും വന്നു? ക്യാപിറ്റൽ എന്നുള്ള ലയബിലിറ്റിയും വന്നു. അപ്പൊ ഈ ട്രാൻസാക്ഷൻ പ്രകാരം ഇപ്പൊ ടോട്ടൽ അസറ്റ് 5 ലക്ഷമാണ്, അതിന്റെ ടോട്ടൽ ലയബിലിറ്റിയും എന്ത് തന്നെയാണ്? 5 ലക്ഷമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഒന്ന് നോക്കാം. രണ്ടാമത്തെ ഒരു ട്രാൻസാക്ഷൻ ഞാൻ എഴുതുന്നു. പർച്ചേസ്ഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് for rupees, for cash ₹2 lakh. ഞാൻ അവിടെ കൊള്ളാത്തോട് മുറിച്ച് എഴുതിയതാണ്. അപ്പൊ എന്താ പറയുന്നത്? പർച്ചേസ്ഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫോർ ക്യാഷ് ₹2 lakh. നിങ്ങൾ അതിന്റെ ലോജിക് ഒന്നും ചിന്തിക്കേണ്ട. 2 ലക്ഷം രൂപയ്ക്ക് എന്ത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നൊന്നും നോക്കണ്ട. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ, അപ്പൊ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും എന്തുണ്ടായിരിക്കും? അവരുടെ ഒരു റിസീവിംഗ് ആസ്പെക്ട് ഉണ്ടായിരിക്കും, ഒരു ഗിവിംഗ് ആസ്പെക്ട് ഉണ്ടായിരിക്കും. അത് രണ്ടും കൂടി പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി വരും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതില് എന്താണ് കിട്ടിയത്, എന്താണ് പോയത്, അല്ലെങ്കിൽ എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്നുള്ള രൂപത്തിൽ ചിന്തിക്കാം. അപ്പോ പർച്ചേസ്ഡ് വാങ്ങി, എന്താ വാങ്ങിയത്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അപ്പൊ ബിസിനസ്സിന് ഇപ്പൊ സ്വന്തമായിട്ട് എന്തായി? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കിട്ടി. അതെങ്ങനെ കിട്ടിയത്? എങ്ങനെ വാങ്ങിയത്? ഫോർ ക്യാഷ്, പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയത്. എത്ര രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയത്? 2 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയത്. അപ്പോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നുള്ള ഒരു പുതിയൊരു അസറ്റ് ഇങ്ങോട്ട് വരികയും നമ്മുടെ കയ്യിലെ ക്യാഷ് അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം എന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പൊ നമ്മുടെ കയ്യിൽ 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നത്, അതിന് എത്ര രൂപയാണ് ഇപ്പൊ എടുത്തു കൊടുത്തത്? 2 ലക്ഷം. അപ്പൊ 5 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം കുറച്ചാൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? 3 ലക്ഷം രൂപയെ ഇനി ക്യാഷ് ഉണ്ടാവുള്ളൂ. പക്ഷെ അതേസമയം നമുക്ക് പുതിയൊരു അസറ്റ് ഇങ്ങോട്ട് കിട്ടി. എന്തായിരുന്നു പുതിയ അസറ്റ്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയാണ് കിട്ടിയിരിക്കണേ? 2 ലക്ഷം രൂപ. അപ്പൊ 2 ആസ്പെക്ട് നമ്മൾ എഴുതി. പുതിയ ഒരു അസറ്റ് ഇങ്ങോട്ട് വന്നു, ഒരു അസറ്റ് കുറയുകയും ചെയ്തു. നോക്കൂ, ഒന്നുകിൽ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്താൽ
കറസ്പോണ്ടിങ് എന്ത് സംഭവിക്കാം, ഒരു അസറ്റ് കുറയാം എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ അതാണ് സംഭവിച്ചത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നുള്ള ഒരു അസറ്റ് വന്നപ്പോൾ ക്യാഷ് എന്നുള്ള അസറ്റ് കുറഞ്ഞു. ഇപ്പോഴും നമ്മുടെ ടോട്ടൽ അസറ്റ് എത്ര തന്നെ കിടക്കുന്നു, 5 ലക്ഷം. ഈക്വലന്റ് എന്തുണ്ട്, ടോട്ടൽ ലയബിലിറ്റി 5 ലക്ഷം. അപ്പൊ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ, ആ രണ്ടാമത്തെ ട്രാൻസാക്ഷന്റെ ഡ്യുവൽ ആസ്പെക്ട് നമ്മൾ എഴുതി കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു എന്തായി മാറുന്നു, ടോട്ടൽ ലയബിലിറ്റി ആയിട്ട് മാറുന്നു. എളുപ്പമാണ്, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് കൊടുത്തു, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കിട്ടി. അപ്പോൾ കിട്ടിയ അസറ്റിനെ നമ്മൾ ചേർത്ത് പുതിയതായിട്ട് എഴുതി, പോയ അസറ്റ് കുറച്ച് എഴുതി. നോക്കൂ, ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി ആയി. മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ട്രാൻസാക്ഷൻ കൂടി ഇതിന്റെ കൂട്ടത്തിൽ എഴുതാം. ഒന്ന്, പർച്ചേസ്ഡ് ഗൂഡ്സ് ഫോർ ക്യാഷ് ₹50,000. എന്താ പറഞ്ഞേ, പർച്ചേസ്ഡ് ഗൂഡ്സ് ഫോർ ക്യാഷ് ₹50,000. എന്താ പർച്ചേസ്ഡ് എന്ന് പറഞ്ഞാൽ വാങ്ങി, ഗൂഡ്സ് സാധനങ്ങൾ. എങ്ങനെ വാങ്ങിയത്, ഫോർ ക്യാഷ്. എത്ര രൂപ, 50,000 രൂപ കൊടുത്ത് സാധനങ്ങൾ വാങ്ങി. ഇവിടെയും സംഭവിച്ചത് നോക്കൂ, എന്താണ് റിസീവിംഗ് ആസ്പെക്ട്, എന്താണ് ഗിവിംഗ് ആസ്പെക്ട്. നമുക്ക് അക്കൗണ്ടിംഗിൽ രണ്ട് രേഖപ്പെടുത്തിയേ പറ്റുള്ളൂ, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോയി, പൈസ കൊടുത്തു, പകരം നമുക്ക് എന്ത് കിട്ടി, ഗൂഡ്സ് കിട്ടി. ഈ ഗൂഡ്സ് കടയിൽ വെച്ച്, സ്ഥാപനത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് പേരിൽ അറിയപ്പെടുക, സ്റ്റോക്ക് എന്നാണ് അറിയപ്പെടുക. അപ്പൊ നമുക്ക് കിട്ടിയ അസറ്റ് എന്താണ്, സ്റ്റോക്ക് എന്നുള്ള ഒരു അസറ്റ് ഇങ്ങോട്ട് വന്നു, ക്യാഷ് എന്നൊരു അസറ്റ് പോയി. അപ്പോ വീണ്ടും നമ്മുടെ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി ആവുമോ എന്നുള്ളത് നോക്കാം. നമുക്ക് പുതിയ അസറ്റ് എന്താണ് കിട്ടിയത്, സ്റ്റോക്ക് എന്നുള്ള പുതിയൊരു അസറ്റ് വന്നു. എത്ര രൂപയുടെ സ്റ്റോക്ക് ആണ് വന്നത്, 50,000 രൂപ വിലയുള്ള സ്റ്റോക്ക് നമുക്ക് ഇങ്ങോട്ട് വന്നു. പക്ഷെ അതിന് ഈക്വലന്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുത്തു, 50,000 രൂപ ക്യാഷ് കൊടുത്തു. ക്യാഷ് കൊടുത്തു എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര രൂപയാണുള്ളത്, 3 ലക്ഷം രൂപയാണ് ക്യാഷ് ഉള്ളത്. ആ 3 ലക്ഷത്തിൽ നിന്നാണ് നമ്മൾ 50,000 രൂപ എണ്ണി കൊടുത്തതെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ, 2,50,000 രൂപയെ ബാക്കി ക്യാഷ് ഉണ്ടാവുള്ളൂ. അപ്പൊ വീണ്ടും ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കൂ. ഇപ്പൊ ക്യാഷ് 2,50,000 ഉണ്ട്, പ്ലസ് 2 ലക്ഷം രൂപയുടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, ടോട്ടൽ 4,50,000. 50,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, ടോട്ടൽ എത്ര തന്നെ, 5 ലക്ഷം രൂപ ടോട്ടൽ അസറ്റ് ഉണ്ട്. എത്ര രൂപയുടെ ലയബിലിറ്റി ഉണ്ട്, 5 ലക്ഷം രൂപയുടെ ലയബിലിറ്റി ഉണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്, ഒരു അസറ്റ് വർദ്ധിച്ചപ്പോൾ കറസ്പോണ്ടിങ് എന്ത് കൂടി വർദ്ധിച്ചു, എന്ത് കുറഞ്ഞു, ഒരു അസറ്റ് കുറഞ്ഞു. അപ്പോൾ നമ്മുടെ അസറ്റും ലയബിലിറ്റിയും തുല്യമായി. ഒരു അസറ്റ് കൂടിയ സമയത്ത് മറ്റൊരു അസറ്റ് കുറഞ്ഞു. ആദ്യം സംഭവിച്ചത് ഒരു അസറ്റ് കൂടിയപ്പോൾ ഒരു ലയബിലിറ്റി കൂടി. അങ്ങനെ സംഭവിക്കുമ്പോഴും നമുക്ക് എന്ത് സംഭവിക്കും, ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി ആയി മാറും. ഇപ്പൊ നമ്മൾ 3 ട്രാൻസാക്ഷൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൂടി നോക്കാം. ഇപ്പൊ നമ്മൾ പൈസക്ക് സാധനങ്ങൾ വാങ്ങി അല്ലേ, നമുക്ക് കടത്തിൽ നിന്ന് വാങ്ങിക്കാം, എന്താ സംഭവിക്കുക എന്ന് നോക്കാം. അടുത്തത് 4ാമത്തെ ട്രാൻസാക്ഷൻ ആണ്. ഞാൻ 1ാമത്തെ അവിടെ നിർത്തിയിട്ടുണ്ട്. 4ാമത്തെ പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ കടത്തിലാണ് വാങ്ങുന്നത്. ഫ്രം, കടത്തിൽ വാങ്ങുമ്പോൾ ആരുടെ കയ്യിൽ നിന്ന് എന്ന് പറയണം, എക്സ് ലിമിറ്റഡ്. പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം എക്സ് ലിമിറ്റഡ് for rupees 1 lakh, 1 ലക്ഷം രൂപയ്ക്ക്. 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നമ്മൾ കടത്തിന് വാങ്ങുകയാണ് ചെയ്തത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കും ബിസിനസ്സിൽ സംഭവിച്ചിട്ടുണ്ടാവുക. നമുക്ക് ഒരു ആസ്പെക്ട്, 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കിട്ടി. എന്താ കിട്ടിയത്, സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോക്ക്. സ്റ്റോക്ക് ഇപ്പൊ എത്ര രൂപയുടെ ഉണ്ട്, 50,000 രൂപയുടെ സ്റ്റോക്ക് കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ 1 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വീണ്ടും വാങ്ങിയത്. എങ്കിൽ നമ്മുടെ സ്റ്റോക്ക് എത്രയായിട്ട് വർദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്കൂ. 50,000 രൂപയുടെ സ്റ്റോക്കിന്റെ കൂടെ 1 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ സ്റ്റോക്ക് എത്രയായിട്ട് മാറി, 1,50,000 രൂപയുടെ സ്റ്റോക്കായി മാറി. റിസീവിംഗ് ആസ്പെക്ട് അത് നമ്മൾ എൻട്രി ചെയ്തു. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, പുതിയ ഒരു അസറ്റ് വർദ്ധിച്ചു, ഇൻക്രീസിംഗ് അസറ്റ്. എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആസ്പെക്ട് എന്തായിരിക്കാം, ഒന്നുകിൽ ലയബിലിറ്റി വർദ്ധിക്കാം, അല്ലെങ്കിൽ മറ്റൊരു അസറ്റ് കുറയാം എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യം. ഇനി ഇവിടെ എന്താ സംഭവിച്ചത് നോക്കാം. നമ്മൾ ഏതെങ്കിലും അസറ്റ് കുറഞ്ഞോ എന്ന് വെച്ചാൽ നമ്മൾ പൈസ എന്തെങ്കിലും കൊടുത്തിട്ടില്ല, കടത്തിലാണ് വാങ്ങിയിരിക്കുന്നത്, കൊടുക്കാനുണ്ട്. നമ്മുടെ അടുത്ത് എന്ത് കൊടുക്കാനുണ്ട്, പണം കൊടുക്കാനുണ്ട്. ആർക്ക്,
ഈ എക്സ് ലിമിറ്റഡിന് നമ്മൾ പണം കൊടുക്കാനുണ്ട്. പണം കൊടുക്കാനുള്ള വ്യക്തികളെ നമ്മൾ എന്താ പറയാ ക്രെഡിറ്റേഴ്സ്. നമ്മൾ ബിസിനസ് ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അവര് ബിസിനസിന്റെ ആരാണ്? ക്രെഡിറ്റേഴ്സ് ആണ്. പണം ഇങ്ങോട്ട് തരാനുള്ളവരെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെപ്റ്റേഴ്സ്. ഇങ്ങോട്ട് പണം കിട്ടാനുള്ളവരെ ബിസിനസിന്റെ ഡെപ്റ്റേഴ്സ് ആണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ ബാധ്യതയാണത്. ആ കൊടുത്ത് തീർക്കുന്നത് വരെ ബിസിനസിന്റെ ബാധ്യതയാണ് ഈ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നതാണ്. ആ ബാധ്യതയെ പറയുന്ന പേരെന്താണ്? ക്രെഡിറ്റേഴ്സ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? 50,000 രൂപയുടെ ഒരു അസറ്റ് 1 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് കിട്ടിയപ്പോൾ അതിന് തുല്യമായി 1 ലക്ഷം രൂപയുടെ ഒരു ബാധ്യത ഉണ്ടായി, ലയബിലിറ്റി ഉണ്ടായി. അപ്പോ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോ അത് ഈക്വലന്റ് ആയിട്ട് എന്ത് സംഭവിച്ചു? ലയബിലിറ്റിയും ഇൻക്രീസ് ചെയ്തു. ഏതാണ് പുതിയ ലയബിലിറ്റി ഉണ്ടായത്? ക്യാപിറ്റലിന് ശേഷം പുതിയ ലയബിലിറ്റി ഉണ്ടായി. ഏതാണ്? ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്നുള്ള പുതിയ ലയബിലിറ്റി ഉണ്ടാകുന്നു. ആരാണ് ക്രെഡിറ്റർ? എക്സ് ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡ് എന്നുള്ള പുതിയ ഒരു ബാധ്യത ഉണ്ടായി. എത്ര രൂപയാണ് അയാൾക്ക് കൊടുക്കാനുള്ളത്? 1 ലക്ഷം രൂപയാണ് അയാൾക്ക് കൊടുക്കാനുള്ളത്. എങ്കിൽ ഇനി നമ്മുടെ ടോട്ടൽ അസറ്റും ടോട്ടൽ ലയബിലിറ്റി നോക്കാം. ടോട്ടൽ അസറ്റ് നോക്കൂ. 2,50,000 രൂപ ക്യാഷ് ഉണ്ട്, 2 ലക്ഷം രൂപയുടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. ടോട്ടൽ 4,50,000 പ്ലസ് 1,50,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. എങ്കിൽ ടോട്ടൽ എത്രയായി? 2,50,000 പ്ലസ് 2 ലക്ഷം 4,50,000 പ്ലസ് 1,50,000 സമം 6 ലക്ഷം രൂപയുടെ അസറ്റായി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു. ഇനി ബാധ്യത ഒന്ന് നോക്കിയപ്പോൾ ടോട്ടൽ 1 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ഉടമസ്ഥന് കൊടുക്കാനുണ്ട്. വീണ്ടും ഒരാൾക്ക് എന്ത് കൊടുക്കാനുണ്ട്? 1 ലക്ഷം രൂപ വീണ്ടും പണം കൊടുക്കാനുണ്ട്. അങ്ങനെ ബാധ്യത എത്രയായിട്ട് മാറാണ്? 6 ലക്ഷം രൂപ ബാധ്യതയും ആയി മാറി. ഇപ്പോഴും നമ്മുടെ ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു എന്തായി? ടോട്ടൽ ലയബിലിറ്റി. അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആയി. ഓക്കേ അല്ലേ? അപ്പോൾ ഈ ട്രാൻസാക്ഷൻ ഞാൻ ഒഴിവാക്കുന്നു. ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ, അഞ്ചാമത്തെ സോൾഡ് ഗൂഡ്സ്. സോൾഡ് ഗൂഡ്സ് ഇത് നമുക്ക് കച്ചവടം നടത്താം. സോൾഡ് ഗൂഡ്സ് സാധനങ്ങൾ വിറ്റു. കോസ്റ്റിംഗ് റുപ്പീസ്. സോൾഡ് ഗൂഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് 50,000. എന്താ സോൾഡ് ഗൂഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് 50,000 എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വിറ്റു 50,000 രൂപ വില വരുന്നത്, കോമ 4 rupees for cash rupees 60,000. എന്താ പറഞ്ഞത്? ഒന്ന് നോക്കൂ, ഒന്ന് ശ്രദ്ധിച്ചേ. സോൾഡ് ഗൂഡ്സ് കോസ്റ്റിംഗ് rupees 50,000 for cash rupees 60,000. എന്താ രണ്ട് സംഖ്യ വന്നത് ചിന്തിക്കുന്നുണ്ടോ? 50,000 രൂപ വിലയുള്ള സാധനം, ബിസിനസ് ആണ്, നമ്മൾ വാങ്ങിയ വിലക്കല്ല വിൽക്കുക, വാങ്ങിയതിനേക്കാൾ കൂട്ടിയുള്ള വിലക്കാണ് വിൽക്കുക. അപ്പൊ 1.5 ലക്ഷം രൂപയുടെ സാധനം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്, അത് 1.5 ലക്ഷം രൂപയ്ക്കല്ല നമ്മൾ വിൽക്കുക, അതിന് കൂടുതൽ വിലക്കാണ് വിൽക്കേണ്ടത്. അപ്പോ ആ 1.5 ലക്ഷം രൂപ 60,000 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. പക്ഷെ വിൽക്കുന്നത് എത്രായിരം രൂപയ്ക്ക് വാങ്ങിയ സാധനമാണ്? 50,000 രൂപയ്ക്ക് വാങ്ങിയ സാധനം 60,000 രൂപ ക്യാഷിന് വിൽക്കുന്നു. എങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നു? രണ്ട് ആസ്പെക്ട് നോക്കാം. നമുക്ക് ക്യാഷ് കിട്ടുന്നു. എത്രായിരം രൂപ കിട്ടുന്നു? 60,000 രൂപ ക്യാഷ് കിട്ടുന്നു. എങ്കിൽ അതിന് തുല്യമായിട്ട് എന്ത് ചെയ്യണം? അതിന് നമ്മൾ എന്താണ് കൊടുത്തത്? എന്താണ്? സാധനങ്ങളാണ്. പക്ഷെ സാധനങ്ങൾ എത്രായിരം രൂപയുടെയാണ്? 50,000 രൂപയുടെയാണ് കൊടുത്തത്. അപ്പൊ 50,000 രൂപയുടെ സാധനങ്ങൾ 60,000 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട്? ലാഭമാണ്. എത്ര രൂപയാണ്? 10,000. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. റിസീവിംഗ് ആസ്പെക്ട്, നമുക്ക് കിട്ടിയത് എന്താണ്? ക്യാഷ് ആണ് കിട്ടിയത്. എത്രയാണ് കിട്ടിയത്? 60,000 രൂപ. നമ്മുടെ കയ്യിൽ ക്യാഷ് ആൾറെഡി എത്രയുണ്ട്? 2,50,000 രൂപ ക്യാഷ് ഇപ്പോൾ ഉണ്ട്. ആ ക്യാഷിലേക്ക് 60,000 രൂപ കൂടി ക്യാഷ് വരികയാണെങ്കിൽ 2,50,000 പ്ലസ് 60,000 എത്ര രൂപ ഉണ്ടായിരിക്കും? 3,10,000. ഈ 2,50,000 കൂടി 60,000 കൂടി കൂടുന്നതോട് കൂടി നമ്മുടെ ക്യാഷ് എത്രയായിട്ട് മാറുന്നു? 3,10,000 ആയിട്ട് മാറുന്നു.
പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പോയി, സ്റ്റോക്ക് നമ്മൾ കൊടുത്തു, സാധനങ്ങൾ കൊടുത്തു. എത്രായിരം രൂപയുടെ സാധനം കൊടുത്തത്? 50,000-ന് വാങ്ങിയ സാധനമാണ് കൊടുത്തത്. ഇത് സ്റ്റോക്കിൽ നിന്ന് എത്രയായിരിക്കും കുറയുക? 50,000 മാത്രമേ സ്റ്റോക്കിൽ നിന്ന് കുറയുള്ളൂ. അപ്പൊ 1,50,000 ആയിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 50,000 രൂപയുടെ സ്റ്റോക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര രൂപയുള്ളൂ? 1,00,000 രൂപയുള്ളൂ. എങ്കിൽ നമുക്കിനി ആ അസറ്റ് സൈഡ് ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. 3,10,000 രൂപ ക്യാഷ് ഉണ്ട്. ഇപ്പോ 2,00,000 രൂപയുടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, 1,00,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ 3,10,000 പ്ലസ് 2,00,000 5,10,000 പ്ലസ് 1,00,000 എന്ന് പറയുമ്പോൾ 6,10,000 രൂപ എന്തായി? നമുക്ക് അസറ്റ് ആയി ടോട്ടൽ. പക്ഷെ നമ്മുടെ ലയബിലിറ്റി എത്ര തന്നെയാണെന്ന് നോക്കൂ. ലയബിലിറ്റി ക്യാപിറ്റൽ കൊടുക്കാനുള്ള 5,00,000 ഉടമസ്ഥന് കൊടുക്കാനുള്ളത് പ്ലസ് ഒരു എക്സ് ലിമിറ്റഡിന്റെ കയ്യിൽ നിന്ന് കടത്തിന് വാങ്ങിയ 1,00,000 അടക്കം മൊത്തം എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്? 6,00,000 രൂപയാണ് കൊടുക്കാനുള്ള ബാധ്യത. അപ്പൊ അസറ്റും ലയബിലിറ്റി ഈക്വൽ ആണോ? അല്ലല്ലോ. അവിടെ അസറ്റ് കൂടുതലല്ലേ, 10,000 രൂപ അധികം അവിടെ അല്ലേ. എങ്കിൽ ആ 10,000 രൂപ എന്തായിരുന്നു എന്നാ പറഞ്ഞത്? ഈ ഒരു ട്രാൻസാക്ഷനിൽ, ഈ ഒരു ഇടപാടിൽ നമുക്ക് കിട്ടിയ ലാഭമാണ്. ഈ ലാഭം എന്താണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഈ ലാഭം എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? അല്ലെങ്കിൽ ആർക്ക് കൊടുക്കേണ്ടതാണ്? ഉടമസ്ഥന് കൊടുക്കേണ്ടതാണ്. ഉടമസ്ഥന് ആ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിസിനസ്സിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അയാൾ 5,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തത് ബിസിനസ്സിൽ. ആ പണം എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബിസിനസ്സിൽ നിന്ന് ലാഭം നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കിട്ടുന്ന ലാഭം ആർക്കുള്ളതാണെന്നാണ് അർത്ഥം? ബിസിനസ്മാന് കൊടുക്കേണ്ടതാണ് എന്നാണ് അർത്ഥം. അപ്പൊ ഈ ലാഭം ആർക്ക് കൊടുക്കണം? ബിസിനസ്മാന് നമ്മൾ കൊടുത്തേ പറ്റൂ. എങ്കിൽ അയാൾക്ക് എത്ര ആൾറെഡി കൊടുക്കാനുള്ളത്? 5,00,000. അതിന്റെ കൂടെ ഇപ്പൊ എത്ര രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്? 10,000. ഇതും കൂടി ആർക്ക് കൊടുക്കണം? ഉടമസ്ഥന് കൊടുക്കണം. അത് ഉടമസ്ഥന്റെ ക്യാപിറ്റലിലൂടെ കൂട്ടി കൊടുക്കുകയാണ് വേണ്ടത്. എങ്കിൽ ഈ 5,00,000 എന്നുള്ളത് അയാൾക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട് എന്നായി? 5,10,000 രൂപ അയാൾക്ക് നമ്മൾ കൊടുക്കണം. ആ ലാഭം, അപ്പൊ പ്രോഫിറ്റ് ഈസ് എ ലയബിലിറ്റി. ആ പ്രോഫിറ്റ് ആർക്ക് കൊടുക്കേണ്ടതായതുകൊണ്ടാണ്? ഉടമസ്ഥന് കൊടുക്കേണ്ടതായതുകൊണ്ട് അതും എന്തായി മാറാണ്? ലയബിലിറ്റി ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇനി നമുക്ക് അസറ്റ് ലയബിലിറ്റി നോക്കി നോക്കൂ. ഇപ്പൊ 5,10,000 ക്യാപിറ്റൽ അയാൾ കൊണ്ടുവന്നതും 1,10,000 രൂപ ഇപ്പൊ ലാഭം ഉണ്ടായതടക്കം അയാൾക്ക് എത്ര കൊടുക്കാനുണ്ട്? 5,10,000 കൊടുക്കാനുണ്ട്. പ്ലസ് എക്സ് ലിമിറ്റഡിന് 1,00,000 കൊടുക്കാനുണ്ട്. ടോട്ടൽ ബാധ്യത എത്രയായിട്ട് മാറാണ്? 6,10,000 മാറാണ്. അപ്പൊ വീണ്ടും ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു എന്തായി മാറി? ടോട്ടൽ ലയബിലിറ്റി ആയിട്ട് മാറി. വ്യക്തമാണല്ലോ അല്ലേ? അപ്പോ ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ലാഭം കൂടി എന്തായി മാറുന്നു? ലയബിലിറ്റി ആയിട്ട് മാറുന്നു. അപ്പോ നിലവിൽ ടോട്ടൽ അസറ്റും ടോട്ടൽ ലയബിലിറ്റി എന്താണ്? ഈക്വലന്റ് ആണ്. ഒന്ന് നോക്കൂ, ശരിയല്ലേ? അപ്പൊ ഇനി പിന്നെ ഈ ലാഭം എന്തിനോട് കൂടി കൂട്ടുകയാണ് ചെയ്തത്? ലയബിലിറ്റിയോട് കൂടി കൂട്ടുകയാണ് ചെയ്തത് അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് പ്ലസ് നമ്മളിപ്പോ എന്തും കൂടി ലയബിലിറ്റിയിൽ ആഡ് ചെയ്തു? പ്രോഫിറ്റ്. അപ്പൊ ഇതും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെച്ചോളൂ, നമുക്കത് ആവശ്യം വരും. അപ്പൊ അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള ഒരു ഇക്വേഷനിലേക്ക് നമ്മളിപ്പോ എത്തി നിൽക്കുകയാണ്. അസറ്റിനോട് കൂടി അസറ്റ് എന്തൊക്കെ തുല്യം? അസറ്റ് എന്തിനു തുല്യമാണ്? ക്യാപിറ്റലും ലയബിലിറ്റിയും പ്രോഫിറ്റും കൂട്ടിക്കഴിഞ്ഞാൽ അതിന് ഈക്വലന്റ് ആയിരിക്കും എന്ത്? ടോട്ടൽ അസറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ട്രാൻസാക്ഷൻ മനസ്സിലായല്ലോ. 50,000 രൂപയ്ക്ക് വാങ്ങിയ സാധനം 60,000-ന് വിറ്റപ്പോൾ ആ 60,000 ക്യാഷിൽ കൂടിയപ്പോൾ 50,000 മാത്രമേ സ്റ്റോക്കിൽ കുറഞ്ഞുള്ളൂ. ബാക്കി 10,000 രൂപ അവിടെ ഡിഫറൻസ് വന്നു. ആ 10,000 രൂപ ലാഭമാണ്. ലാഭം ആർക്ക് കൊടുക്കാനുള്ളതാണ്? ഉടമസ്ഥന് കൊടുക്കാനുള്ളതായതുകൊണ്ട് അത് ലയബിലിറ്റിയിലേക്ക് കൂട്ടിച്ചേർത്തു. ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി ആയി. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രാൻസാക്ഷൻ മാറ്റിയിട്ട് ഇനി ഒരു ട്രാൻസാക്ഷൻ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ട്രാൻസാക്ഷൻ withdrew cash from the business by owner for personal use. Rupees 10,000. ഒന്ന് വായിച്ചു.
എന്താ പറയുന്നത്? withdrew cash from the business by owner for personal use. withdrew cash, പണം withdrew എന്ന് പറഞ്ഞാൽ പിൻവലിക്കുക. withdrew cash, പണം പിൻവലിച്ചു from the business, ബിസിനസ്സിൽ നിന്ന് പണം പിൻവലിച്ചു. ആര്? ഓണർ, ഉടമസ്ഥൻ. എന്തിനു വേണ്ടിയിട്ട്? ഫോർ പേഴ്സണൽ യൂസ്, അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ച ഒരു ടേം ഉണ്ട്, ഡ്രോയിങ്സ് എന്ന് പറയും. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് വിത്ഡ്രോൺ ബൈ ദി പ്രൊപ്രൈറ്റർ ഫോർ പേഴ്സണൽ യൂസ്. ഉടമസ്ഥൻ ബിസിനസ്സിൽ നിന്ന് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക്, പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പണം പിൻവലിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? ഡ്രോയിങ്സ് എന്ന് പറയുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ എത്ര രൂപയാണ് അയാൾ പിൻവലിച്ചിരിക്കുന്നത്? 10,000 രൂപ. ബിസിനസ് ഈ ട്രാൻസാക്ഷന്റെ ഡ്യുവൽ ആസ്പെക്ടുകൾ നമുക്ക് നോക്കി നോക്കാം. പണം ബിസിനസ്സിൽ നിന്ന് അയാൾ എടുത്തുകൊണ്ട് പോയി, 10,000 രൂപ അയാൾ എടുത്തുകൊണ്ട് പോയി എങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ബിസിനസ്സിന് ക്യാഷ് എത്ര രൂപ ഇരിക്കുന്നുണ്ട്? 3,10,000 രൂപ ക്യാഷ് ഇരിക്കുന്നുണ്ട്. ആ 3,10,000 നിന്നാണ് അയാൾ ചെയ്തിരിക്കുന്നത് 10,000 രൂപ വിഡ്രോ ചെയ്തിരിക്കുന്നത്. എങ്കിൽ ബാക്കി എത്രയായിരിക്കും ഉണ്ടായിരിക്കുക? 3,10,000 നിന്ന് 10,000 രൂപ അയാൾ പിൻവലിച്ചാൽ ബാക്കി എത്ര രൂപ ഉണ്ടാവുള്ളൂ? 3,00,000 രൂപ ക്യാഷ് ഉണ്ടാവുള്ളൂ. അതോടുകൂടി അസറ്റ് കുറഞ്ഞു. ഇതുവരെ ടോട്ടൽ അസറ്റ് 6,10,000 ഉണ്ടെങ്കിൽ അതിന് 10,000 കുറഞ്ഞാൽ പിന്നെ അസറ്റ് എത്ര രൂപ മാത്രമേ ഉള്ളൂ? 6,00,000 രൂപയാണ് പിന്നെ അവിടെ അസറ്റ് ഉള്ളൂ. ഇനി ലയബിലിറ്റിക്ക് എന്ത് സംഭവിച്ചു നോക്കാം. അസറ്റില് 10,000 രൂപ കുറഞ്ഞു. ഉടമസ്ഥന് നമ്മൾ 5,10,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അതിൽ 10,000 രൂപയാണ് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി അതിന്റെ ബാധ്യത ഉണ്ടോ? അപ്പൊ ആ ബാധ്യത നമുക്ക് കുറഞ്ഞില്ലേ? എങ്കിൽ 5,10,000 കൊടുക്കേണ്ട ഒരാൾ അതിൽ നിന്ന് 10,000 കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാൾക്ക് എത്ര മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? 5,00,000 രൂപ മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. എങ്കിൽ ആ 10,000 എവിടെയും കുറഞ്ഞു? ലയബിലിറ്റിയിലും കുറഞ്ഞു. ടോട്ടൽ ലയബിലിറ്റി എത്രയായിട്ട് മാറി? 6,00,000 മാറി. ശരിയല്ലേ? ഇപ്പൊ ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി, ശരിയല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു അസറ്റ് കുറഞ്ഞു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കുറഞ്ഞു? ഒരു ലയബിലിറ്റി കുറഞ്ഞു. ഒന്ന് നോക്കൂ, നമ്മൾ ഇതുവരെ പഠിച്ചതിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുമ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. ഒരു അസറ്റ് വർദ്ധിച്ചു, ക്യാഷ്, അതിന് ഈക്വലന്റ് ആയിട്ട് ഒരു ലയബിലിറ്റി വർദ്ധിച്ചു, ക്യാപിറ്റൽ. ഒരു അസറ്റ് വർദ്ധിച്ചു, അതിന് ഈക്വലന്റ് ആയിട്ട് മറ്റൊരു അസറ്റ് കുറഞ്ഞു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നുള്ള ഒരു അസറ്റ് വർദ്ധിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? ക്യാഷ് എന്നൊരു അസറ്റ് അവിടെ കുറഞ്ഞു. ഇനി ഒരു അസറ്റ് ഡിക്രീസ് ചെയ്തു. ഏതാണ്? ക്യാഷ് എന്നൊരു അസറ്റ് ഡിക്രീസ് ചെയ്തു. അതിന് പകരം എന്ത് സംഭവിച്ചു? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നുള്ള അസറ്റ് ഇൻക്രീസ് ചെയ്തു. അല്ലെങ്കിൽ ക്യാഷ് എന്നൊരു അസറ്റ് കുറഞ്ഞു, അതിന് പകരം ഏത് അസറ്റ് വർദ്ധിച്ചു? സ്റ്റോക്ക് എന്നൊരു അസറ്റ് വർദ്ധിച്ചു. അല്ലെങ്കിൽ ഒരു അസറ്റ് കുറഞ്ഞു, ക്യാഷ് എന്നൊരു അസറ്റ് കുറഞ്ഞു, അതിന് ഈക്വലന്റ് ആയിട്ട് ക്യാപിറ്റലിൽ നിന്ന് അയാൾ 10,000 കൊടുത്തപ്പോ ആ ലയബിലിറ്റി ഡിക്രീസ് ചെയ്തു. ഇങ്ങനെ ഒന്നുകിൽ ഒരു അസറ്റ് കൂടുമ്പോൾ ഒരു ലയബിലിറ്റി കൂടുകയോ അല്ലെങ്കിൽ മറ്റൊരു അസറ്റ് കുറയുകയോ, അല്ലെങ്കിൽ ഒരു അസറ്റ് കുറയുമ്പോൾ ഒരു ലയബിലിറ്റി കൂടെ കുറയുകയോ അല്ലെങ്കിൽ മറ്റൊരു അസറ്റ് വർദ്ധിക്കുകയോ ചെയ്തുകൊണ്ട് നമ്മുടെ ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ഓൾവേസ് എന്തായിരിക്കും? ടോട്ടൽ ലയബിലിറ്റി ആയിരിക്കും. ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇത് ബിസിനസ്സിലെ ഇനി ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും ഈ അസറ്റിനെയും ലയബിലിറ്റിയും ഇതേപോലെ ഡ്യുവൽ ആസ്പെക്ട്. കാരണം ഒരു ട്രാൻസാക്ഷന് ഒരു ആസ്പെക്ട് അസറ്റ് സൈഡിൽ വരുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ആസ്പെക്ട് ആ സെയിം എമൗണ്ടിന് സംഭവിക്കുകയാണ്. അത് അസറ്റിലോ ലയബിലിറ്റിയിലോ ക്യാപിറ്റലിലോ സംഭവിക്കും. അതാണ് ഡെബിറ്റ് ആസ്പെക്ട്, ക്രെഡിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇനി ഡെബിറ്റ് ക്രെഡിറ്റ് എന്താണെന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യാം? ആ ടേമുകളുടെ വാക്കടക്കം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ജേർണലൈസിങ് എന്നുള്ള ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോ ഇനി നിങ്ങൾ ബിസിനസ്സിൽ സംഭവിക്കുന്ന ഏതൊരു ട്രാൻസാക്ഷൻ പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ചെയ്യാൻ കഴിയും. അതാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. അത് പ്രകാരമാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഉണ്ടായത്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഒന്ന് എൻലാർജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരച്ചു. ഈ സ്റ്റേറ്റ്മെന്റ് ഇത് ഞാൻ വെറുതെ വരച്ചതല്ല. ഇത് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേര്. ബാലൻസ് ഷീറ്റ്. അപ്പൊ നോക്കൂ, ഇതൊരു ബാലൻസ് ഷീറ്റ് ആണ്. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ ഒക്കെയാണ് അല്ലെ? അതെല്ലാം ഏതിന്റെ കോമ്പണന്റുകളാണ്? ഈ പറയുന്ന ബാലൻസ് ഷീറ്റിന്റെ കോമ്പണന്റ് ആണ്. അപ്പോ അക്കൗണ്ടിങ് ഇക്വേഷനിൽ വരുന്ന എല്ലാ കോമ്പണന്റുകളും
ഏതിൽ അടങ്ങിയിട്ടുള്ളതാണ്? ബാലൻസ് ഷീറ്റിൽ വരുന്നതാണ്. So this equation, accounting equation, is also called as balance sheet equation. ഇതിന് എന്ത് പേരിൽ കൂടി അറിയപ്പെടാറുണ്ട്? ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് കൂടി അറിയപ്പെടാറുണ്ട്. കാരണം മനസ്സിലായല്ലോ, ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ അസറ്റ് ലയബിലിറ്റി ഒക്കെ എഴുതുന്ന സ്റ്റേറ്റ്മെന്റിന്റെ പേരെന്താണ്? ബാലൻസ് ഷീറ്റ് എന്നാണ് പറയുക. അതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന കോമ്പണൻസ് ആണ് അക്കൗണ്ടിംഗ് ഇക്വേഷനിൽ വരുന്നത് കൊണ്ട് ഈ